ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ അടിപൊളി ഒരു ചെമ്മീൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. ഇതിപ്പോൾ ഇതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് മക്കളൊക്കെ സ്കൂൾ പോയതിന് ശേഷം കുറച്ച് പ്ലാന്റ്സുകൾ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാണ് കേട്ടോ. ഒരു 10 ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഇങ്ങനെ ചെയ്യൽ. ചില ചെടികളൊക്കെ ഒരു ഫ്രഷ്നെസ്സൊക്കെ പോയിക്കണ്. അപ്പോൾ ഇങ്ങനെ ഫ്രഷ്നെസ്സൊക്കെ പോയിട്ടുള്ള ചെടികൾ ഞാൻ മണ്ണിലേക്ക് വെച്ച് കൊടുത്തിട്ട് പിന്നെ പുതിയത് വെള്ളത്തിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് ചെയ്യുക. അപ്പോൾ വെള്ളത്തിൽ വെച്ചിട്ട് നല്ലോണം വേരൊക്കെ വന്ന കാരണം മണ്ണിൽ വെക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഭംഗിയില്ലാന്ന് തോന്നുന്ന ആ ഒരു സമയത്ത് മണ്ണിൽ നിന്ന് എടുത്തിട്ട് അത് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് അത് മണ്ണിലേക്ക് വെച്ച് കൊടുക്കും കേട്ടോ. ചിലതൊക്കെ അങ്ങനെ അയക്കണേ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങനെ ചെയ്യണം. ഇപ്പോൾ തൽക്കാലം വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് അത് ആ ഒരു സ്ഥാനത്ത് തന്നെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതാ വെള്ളമൊക്കെ മാറ്റിയിട്ട് പുതിയ വെള്ളത്തിൽ വെച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പോട്ടിലേക്ക് വെച്ച് കൊടുക്കണം. ചെടിയൊക്കെ സെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ ഇതാ ആ ഒരു ഭാഗം ഒന്ന് വൃത്തികേടായിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ മാറ്റി കൊടുത്തിട്ട് ചെടീൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അപ്പം തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഡൈനിങ് ടേബിൾ മേലുള്ള ഈ ഒരു ഫ്ലവർ വേസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. ഉണങ്ങിയ ഒരു തുണി വെച്ചിട്ടാണ് കേട്ടോ തുടക്കണത്. ഇങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു മണത്തിനും വേണ്ടിയിട്ട് ആ ഒരു നമ്മളെ പോട്ട്പൂരിയിൽ അടിക്കണ ഒരു അത്തറാണ്, അതും കൂടി ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ ഉച്ചക്കത്തുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പം ഇന്ന് കറി മുരിങ്ങാക്കായും പരിപ്പുമാണ്. ഇനിയിപ്പോൾ അത് ഒന്ന് കടർക്കാനും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യാണ് കേട്ടോ. ഇതാ കറിയൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ ചെമ്മീനോണ്ടൊരു വറവും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഇതാ ഞാൻ ഒരു പോട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തുകയാണ്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് അതിലേക്കുള്ള ഉള്ളി ഒന്ന് ചോപ്പറിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു 3 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തുക്കണത്. 1 കിലോ ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്.
ഇപ്പോൾ ഇതാ എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കും കൂടിയും ചെയ്യുന്നുണ്ട്. നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് കടുക് നല്ലോണം പൊട്ടി വരണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ഡിഷിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കടുകൊക്കെ നല്ലോണം പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ വലിയുള്ളിയും തക്കാളിയും പച്ചമുളകും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഒക്കെ ഒന്നിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം അതും കൂടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. നല്ലോണം ആ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വരണം കേട്ടോ, അപ്പോഴാണ് നമ്മൾ ആ ഒരു ചെമ്മീനൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനിയിപ്പോൾ അതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇതാ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലോണം വെന്ത് വാടി വന്നിക്കണേ. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിക്കണേ, 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിക്കണേ, പിന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു പൊടികളൊക്കെ സ്മെല്ല് മാറോളം നല്ലോണം വഴറ്റി കൊടുക്കണം. നമ്മൾ ഇങ്ങനത്തെ എന്ത് ഡിഷ് ഉണ്ടാക്കുകയാണെങ്കിലും ആ ഒരു പൊടികളെ പച്ചമണം നല്ലോണം മാറണം കേട്ടോ, എന്നിട്ടുള്ളൂ അതിലേക്ക് ഇറച്ചിയാണെങ്കിലും അല്ലെങ്കിൽ മീനാണെങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കാൻ പാട്. ഇതാ പൊടികളെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ മാറിയപ്പോൾ ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ആ ഒരു മസാലയും ആ ഒരു ചെമ്മീനും ഒക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെമ്മീനൊക്കെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 പിടി തേങ്ങയാണ് കേട്ടോ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങയും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ചെമ്മീനൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ചെമ്മീനൊക്കെ നല്ലോണം വെന്തിട്ട് അതൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിക്കണം. ആ മസാലയും കാര്യങ്ങളൊക്കെ നല്ലോണം വെന്തുടഞ്ഞിരിക്കണം കേട്ടോ. ഇപ്പോൾ ഈ ഒരു സമയത്ത് 1 ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാ നല്ല അടിപൊളി ചെമ്മീൻ കൊണ്ടുള്ള ഈ ഒരു വറവ് റെഡി ആയിക്കണ്. ഇനിയിപ്പോൾ അതൊന്ന് സെർവ് ചെയ്യും കൂടിയും ചെയ്യാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയും അടിപൊളിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടിയും പിന്നെ ബാക്കി എന്ത് ഡിഷിൻ്റെ കൂടിയും നല്ല കോമ്പിനേഷനാണ്. ഇനിയിപ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പിന്നെ ആ ഒരു സ്പോഞ്ചും അതുപോലെ ആ ഒരു ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ ഒക്കെ ഒരു ഹോൾഡറും കൂടി നല്ലോണം ഒന്ന് സ്പോഞ്ച് വെച്ചിട്ടൊന്ന് കഴുകി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ സിങ്കും കൂടിയും നല്ലോണം സോപ്പ് വെച്ചിട്ട് തന്നെ ആ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് കഴുകി ക്ലീൻ ആക്കും കൂടിയും ചെയ്യാണ്. അങ്ങനെ ഇതാ സിങ്കിൻ്റെ ഏരിയയും നല്ലോണം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു പൈപ്പും കാര്യങ്ങളും ഒക്കെ ഒന്ന് ആ ഒരു തുണി വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു പാടും കാര്യങ്ങളൊന്നും പൈപ്പുമ്മേൽ ഉണ്ടാവില്ല കേട്ടോ. വെള്ളത്തിൻ്റെ പാടുണ്ടാകുമ്പോൾ അതൊരു വൃത്തികേടാണ്. ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ അതുണ്ടാവില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണും മൊത്തത്തിൽ നല്ലോണം തന്നെ ഒന്ന് ക്ലീൻ ആക്കിയിരിക്കണ്.
അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു സ്മൈലി എങ്കിലും കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.